പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒത്തിരി മണി വറീസ്, അതായത് പണം ജീവിതത്തിൽ പല വിധത്തിലുള്ള സ്ട്രെസ്സ് കൊണ്ടുവരും. അതിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് ആവശ്യമാണ്. അതിന് എന്ത് പ്രാക്ടിക്കൽ വേയ്സ് ഉണ്ടെന്ന്, ബിബ്ലിക്കൽ വേയ്സ് ഉണ്ടെന്ന് നമുക്ക് ധ്യാനചിന്തയായിട്ട് എടുക്കേണ്ടത് ഒരാവശ്യം തന്നെ. കാരണം അനേകർ ഈ നാളുകളിൽ കടം വാങ്ങിയതിൻ്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ജോലിയില്ലാത്തതിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു ബ്രേക്ക് ത്രൂ വേണം. അതായത് മണി സ്ട്രെസ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഗ്രിപ്പിൽ നിന്ന് ഒന്ന് പിടിവിട്ടിട്ട് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം അതനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഒരു വാക്യം കുറിവാക്യമായിട്ട് വായിക്കട്ടെ. എബ്രായർ 13:5-6, ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സസ് 5 and 6. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മണി സ്ട്രെസ്സുകൾ അല്ലേ, ചില സമയത്ത് നമുക്ക് ഫുഡ്, ക്ലോത്തിങ്, ഹൗസിങ് അല്ലേ, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെങ്കിൽ ചില കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ മണി വറി കൊണ്ടുവരും. ഈ മണി സ്ട്രെസ്സ് വന്നാലുണ്ടല്ലോ, അത് വലിയൊരു ചങ്ങലയായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ പുറകെ വറി വരും, അതിൻ്റെ പുറകെ ഭയം വരും. എന്നിട്ട് ജീവിതത്തിൽ നമ്മുടെ വിളി എന്തുവാ, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്തുവാ എന്നുപോലും മറന്നു പോകുന്നു, ചിന്തിക്കാൻ മറന്നു പോകുന്നു. എന്നിട്ട് ജീവിക്കാൻ കഴിവില്ലാതായി പോകുന്നു. പക്ഷേ ദൈവം ഒരു കാഴ്ചപ്പാട് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അനുസരിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 24, 25, 26. മാത്യു ചാപ്റ്റർ 6 വേഴ്സസ് 24, 25 and 26. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവർ അല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ പാസേജിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ പാസേജിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഫോക്കസ് പണത്തിൽ നിന്ന് ദൈവത്തിലേക്ക് നാം ഷിഫ്റ്റ് ചെയ്യണം. പണമല്ല വിഷയം, പക്ഷേ പണം ഒരിക്കലും നമ്മുടെ മാസ്റ്റർ ആകരുത്. എൻ്റെ പ്രിയപ്പെട്ടവൻ എപ്പോഴും പറയും, മണി ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ. നമ്മൾ നമ്മുടെ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫിനാൻസിനെ കുറിച്ചാണെങ്കിലും ഒരു നല്ല കാഴ്ചപ്പാട് നമുക്ക് കിട്ടും. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ പറയുന്നതും അങ്ങനെ തന്നെയല്ലേ? പ്രൈസ് ഗോഡ്. ദൈവം ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. ദൈവം നമ്മുടെ നല്ല ഇടയന, ഒന്നിലും കുറവ് വരുത്താതെ അവൻ നമ്മെ നടത്തും. നമ്മൾ ദൈവത്തെ നമ്മുടെ ഒരു പ്രൊവൈഡറായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റിസോഴ്സസിനെയും നമ്മുടെ ആവശ്യങ്ങളെയും ഒക്കെ കാണുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്ന് അതിനകത്തൊരു ചേഞ്ച് ദൈവം തരും. അതുകൊണ്ട് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്തേ ഒരു നിമിഷം. ദൈവത്തിൻ്റെ ആലോചനയായത് കേട്ടോ. നമ്മുടെ പണവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഞാൻ പറയട്ടെ,
അവിടെ ഫിനാൻഷ്യൽ കൺസേൺസ് ചിലപ്പോൾ നമ്മുടെക്ക് തന്നെ തോന്നും അത് ഓൾ കൺസ്യൂമിങ് ആണോ എന്ന്. അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കൊണ്ടുവരിക. അതുകൊണ്ട് അവൻ്റെ കാഴ്ചപ്പാടിൽ കൂടി അതിനെ കാണുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കേണ്ടതിന് അവനോട് ചോദിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പ്രൊവൈഡ് ചെയ്തു തന്ന ഓരോ അവസരങ്ങൾ അക്കം വിട്ട് എണ്ണം വിട്ടൊന്ന് എഴുതി വെച്ച് അതൊന്ന് ശ്രദ്ധിച്ചേ, അതിനൊന്ന് വീണ്ടും സ്തോത്രം പറഞ്ഞേ. ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് എത്ര പ്രാവശ്യം കുഞ്ഞെ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നിട്ട് നിൻ്റെ ആങ്സൈറ്റീനെ അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. ആ ഫെയ്ത്ത്ഫുൾനെസ് ഇന്ന് നിനക്ക് അവൈലബിൾ അല്ലേ? ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേഞ്ച് വരത്തില്ല. യേശു മാറാത്തവനാ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഹല്ലേലൂയ, പെട്ടെന്ന് നിൻ്റെ ജീവിതയാത്രയിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഫിക്സ് പോലെ ദൈവത്തിന് ചിലത് ചെയ്തു തരാൻ കഴിയുമെന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ധനം കൊണ്ടും ധനത്തിൻ്റെ കാര്യത്തിലും ദൈവത്തെ വിശ്വസിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം അല്പം പേഷ്യൻസ് ജീവിതത്തിലൊന്ന് കാണിക്കാൻ പറ്റുമോ? കാണിച്ചാൽ അത് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ആശ്വാസം തരും. അങ്ങനെ മണി സ്ട്രെസ്സിൽ നിന്ന് നാം പുറത്തു വരണം. പ്രൈസ് ഗോഡ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ നമ്മളൊന്ന് നോക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 11, 12 ആൻഡ് 13. ഇങ്ങനെയാണ് ആ വാക്യങ്ങൾ പറയുന്നത്. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലാക്കണമേ, സംതൃപ്തി, കണ്ടൻമെൻറ്റ്, അതിൻ്റെ അർത്ഥം നാം ഒരിക്കലും പിന്നെ നമ്മുടെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ കാര്യങ്ങൾ അന്വേഷിക്കത്തില്ലെന്നല്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ എല്ലാ മധ്യത്തിൽ, ഈ സാഹചര്യത്തിൽ നീ സമാധാനത്തോടെ ജീവിക്കാൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. സമാധാനത്തോടെ മണി സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ജയകരമായി നീ കണ്ടെത്തി എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യം. ഞാൻ പറയട്ടെ, 1 തിമോത്തിയോസ് 6-ാം അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ. 1 തിമോത്തി ചാപ്റ്റർ 6 വേഴ്സസ് 6, 7 ആൻഡ് 8. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെ ദൈവമക്കളെ, ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തക്കണം താല്പര്യപ്പെടുന്നു. സദൃശവാക്യങ്ങൾ അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. പ്രോവേർബ്സ് ചാപ്റ്റർ 30 വേഴ്സസ് 8 ആൻഡ് 9. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആരെന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ചു എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നന്ദി പ്രകാശനം അത് നമ്മെ തൃപ്തിയിലേക്ക്, കണ്ടൻമെൻറ്റിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും കൊണ്ടുവരും. നിനക്ക് 5 കാര്യമൊന്നും എഴുതാവോ? എന്തിനൊക്കെ ഇന്നത്തെ ദിവസം നിനക്ക് താങ്ക് ചെയ്യാൻ പറ്റും, അല്ലെ ഈ നിമിഷം നിനക്ക് നന്ദി പറയാനായിട്ട് പറ്റും? ഞാൻ പറയട്ടെ, നോൺ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിലോട്ട് വേണം ഫോക്കസ് ചെയ്തുകൊണ്ട് പറയാം കേട്ടോ. അല്ലാണ്ട് കാറ് കിട്ടി, വീട് കിട്ടി, ലോൺ കിട്ടി, അതൊന്നുമല്ല. നോൺ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിലോട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞ് എത്ര എണ്ണത്തിന് നിനക്ക് നന്ദി പറയാൻ പറ്റും? നിൻ്റെ സ്പെൻഡിങ് ഹാബിറ്റ്സ്, സ്പെൻഡ്രിഫ്റ്റ് അല്ലേ, ധാരാളിത്തം ഉള്ള നിൻ്റെ ആ സ്വഭാവത്തിലേക്കൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. അവിടെ അൺനെസസറി എക്സ്പെൻസ് അല്ലേ നീ ഓരോ സമയത്തും ജീവിതത്തിൽ വരുത്തി വെച്ചിട്ട് അത് ഡിസ്കണ്ടൻമെൻറ്റിലേക്ക് പോകുന്നത്? ഞാൻ പറയട്ടെ, തൃപ്തിയോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടൻമെൻറ്റ് ഈസ് എ ലേൺഡ് സ്കിൽ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ്
എനിക്ക് തരണമേ. അത് തീർച്ചയായിട്ടും കർത്താവ് തരും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടെയ്ൻമെൻറ്റ്, തൃപ്തി ഞങ്ങൾക്ക് തരണമേ. ശക്തനാകുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞ് ശക്തി പ്രാപിച്ചുകൊണ്ട്, തൃപ്തി പ്രാപിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.